ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ പുതിയ ടോപ്പിക് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ BCom BBA കോമൺ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തിരുന്നത്. ഈ ക്ലാസ് മുതൽ BBAക്ക് സെപ്പറേറ്റ് ക്ലാസ്സാണ്. കാരണം BBAയുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്ന സിലബസിൽ പറയുന്ന ടോപ്പിക്കും BCom ഒന്നാമത്തെ മൊഡ്യൂളും ഏറെക്കുറെ സെയിമാണ്. BComന് കുറച്ചുകൂടി ടോപ്പിക്സ് ഉണ്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ. BBAയുടെ ടോപ്പിക്ക് അവിടെ അവസാനിക്കുകയാണ്, പ്രിഫറൻസ് ഷെയറിൽ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂൾ നമ്പർ 5ലേക്കാണ് കിടക്കുന്നത്. മൊഡ്യൂൾ നമ്പർ 5ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് റേഷ്യോസ്? അക്കൗണ്ടിങ് റേഷ്യോസ്, റേഷ്യോ അനാലിസിസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്, അക്കൗണ്ടിങ് റേഷ്യോസിൻ്റെ. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോസ്? ഇതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വലിയ ക്വസ്റ്റ്യൻസൊക്കെ പ്രോബ്ലംസൊക്കെ ചോദിക്കാൻ സാധ്യതകളാണ്. BBA പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ തിയറിക്കും ഒരുപാട് സാധ്യതകളുള്ളൊരു ചാപ്റ്ററാണ്. ചുരുക്കം പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് റേഷ്യോ അനാലിസിസ്. BComന് 5ാമത്തെ സെമ്മിലാണ് റേഷ്യോ അനാലിസിസ് BCom കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. നമുക്കത് നേരത്തെ വന്നിരിക്കുകയാണ്, റേഷ്യോ അനാലിസിസ് നേരത്തെ വന്നിരിക്കുകയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ റേഷ്യോ അനാലിസിസ് അക്കൗണ്ടിങ് റേഷ്യോസ് മൊഡ്യൂൾ 5 അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് such as balance sheet and profit and loss account. അതായത് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അനലൈസിങ്. ഇനി അനലൈസിങ് എന്താണ്? അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഒബ്റ്റെയിൻ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫേംസ് പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. ഇനി എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ അനാലിസിസ് മീൻസ് ദ അനാലിസിസ് ഓഫ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് അല്ലേ? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അനാലിസിസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളത് താഴെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് അല്ലേ? It is a process of evaluating the items or components അല്ലെങ്കിൽ components in a financial statements to obtain a better understanding. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ കമ്പോണൻസിനെ, പാർട്സിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലേ? ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവയെ അനലൈസ് ചെയ്യുന്നതിനെ, ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്? ഇവാലുവേറ്റിംഗ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഒരു നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഓരോ കമ്പോണൻസിനെയും പ്രത്യേകിച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ എടുത്ത് പരിശോധിക്കുന്നതിനെയാണ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിലെയും P&L അക്കൗണ്ടിലെയും പിന്നെ മറ്റേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ അതിലൊക്കെ ഓരോ കമ്പോണൻസിനെയും നമ്മൾ എടുത്ത് എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി എന്തിനാണ് മെഷർ ചെയ്യുന്നത്? എന്തിനാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ താരതമ്യ പഠനം നടത്തുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്? ഫോർ എ ബെറ്റർ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്. അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഫേംസ് പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. ആ സ്ഥാപനത്തിൻ്റെ പൊസിഷനും ഫിനാൻഷ്യൽ പൊസിഷനും ആ സ്ഥാപനത്തിൻ്റെ
ഫിനാൻഷ്യൽ പെർഫോമൻസിനൊക്കെ പറ്റി കൂടുതലായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ടോപ്പിക്ക് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. അക്കൗണ്ടിങ് റേഷ്യോസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് പഠിക്കുന്നു, ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടി പറയാം, എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഈസ് ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട് ഫോർ എ ബെറ്റർ എന്താണ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലേ, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ വിശകലനം ചെയ്ത് പഠിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്, അതിലെ കമ്പോണൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിനുള്ള ടൂൾസ് എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പോയിൻറ്റ്സ്, ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നത്. ദർ ആർ കോമൺലി 5 ടൂൾസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് റേഷ്യോ അനാലിസിസ്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ പോയിൻ്റായിട്ട് എന്താണ്, വളരെ ഇമ്പോർട്ടൻറ്റും ആണത്, എന്താണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് റേഷ്യോ അനാലിസിസ്. 2 കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പാരറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. 3 കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണെന്ന് പിന്നീട് പറയാം കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇത് ഈ ടോപ്പിക്കുകളൊന്നും ഇപ്പോൾ പഠിക്കാനില്ല, അതുകൊണ്ട് കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 3 ട്രെൻഡ് പെർസെൻറ്റേജസ്. ട്രെൻഡ് മനസ്സിലാക്കാൻ, ഇപ്പം നമ്മുടെ ഷെയർ മാർക്കറ്റിലൊക്കെ ട്രെൻഡ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത് ട്രെൻഡ് പെർസെൻറ്റേജസ് ആണ്. അപ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 6 ടൂളുണ്ട്. ഈ 6 ടൂള് നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണ്? റേഷ്യോ അനാലിസിസ് ഈസ് വൺ ഓഫ് ദ ടൂൾ ഓഫ് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 ടൂൾ പറഞ്ഞത്, അല്ലേ. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഇത് പറയാതെ നമ്മൾ ടോപ്പിക്കിലേക്ക് കടന്നാൽ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ബേസ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്, ഒരു ടൂളാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് റേഷ്യോ, അല്ലേ? റേഷ്യോ ഒക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്താണ് റേഷ്യോ എന്നുള്ളത്. നമുക്ക് എന്താണ് റേഷ്യോ എന്ന് നോക്കാം. The relationship between 2 figures expressed mathematically is known as ratio or is called as ratio. അതായത് 2 ഫിഗേഴ്സ് തമ്മിൽ ഉള്ള ബന്ധം എന്താണ്, മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് എന്തായിട്ട് പറയും, റേഷ്യോ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ റേഷ്യോ മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി ഈസ് കോൾഡ് റേഷ്യോ. അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ഫിഗറുകൾ തമ്മിലുള്ള എന്താണ് ബന്ധം അല്ലെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ്, അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, റേഷ്യോ ഒക്കെ കുട്ടികൾക്ക് അറിയുണ്ടാവും. ദെൻ അക്കൗണ്ടിങ് റേഷ്യോസ്. അക്കൗണ്ടിങ് റേഷ്യോസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ റേഷ്യോയിൽ നിന്ന് അക്കൗണ്ടിങ് റേഷ്യോയിലേക്ക് വരുമ്പോൾ എന്താണ്, സെയിം ആണ്, പക്ഷേ എവിടുത്തെ ഫിഗേഴ്സ് ആയിരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലത്തെ ഫിഗേഴ്സ് ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് എന്താണ് 2 ഫിഗേഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ദ അല്ലെങ്കിൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ് കണ്ടെയ്ൻഡ് അല്ലെങ്കിൽ ഫ്രം എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള 2 ഫിഗേഴ്സ് തമ്മിൽ ഉള്ള അരിത്തമെറ്റിക് റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ഫിഗറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ റേഷ്യോ എന്ന് പറയുന്നു. ഇനി എന്താണ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ 2 ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെന്തായിട്ട് പറയുന്നു, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നു. ഇനി എക്സ്പ്രഷൻ ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്, എങ്ങനെയാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്? മെയിനായിട്ട് 3 രീതിയിലാണ് റേഷ്യോ നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്. സാധാരണ റേഷ്യോസ് ആയാലും അക്കൗണ്ടിങ് റേഷ്യോസിന് പ്രത്യേകിച്ച് 3 രീതികളാണുള്ളത്. ഒന്ന് പ്യുവർ റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ, ദാറ്റ് ഈസ് 2:1.
2-ന് എന്ത് ചെയ്യുക, നമ്മൾ പറയില്ലേ 2 ഷെയറിന് 1 ഷെയർ കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ 2:1, ദാറ്റ് ഈസ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ എന്താണ് പ്യുവർ റേഷ്യോ എന്ന് പറയും അല്ലേ. ഒന്നാമത്തെ ടൈപ്പ് പ്യുവർ റേഷ്യോ ആണ്, അല്ലെങ്കിൽ പ്രപ്പോർഷൻ റേഷ്യോ എന്ന് പറയും. 2% എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 25%, 10%, 20%, ഒരു ഇത്ര ക്യാപിറ്റലിൻ്റെ ഇത്ര ശതമാനമാണ് റിസർവ്സ് ഉള്ളത്, ഇത്ര ശതമാനമാണ് സർപ്ലസ് ഉള്ളത് എന്നൊക്കെ പറയുന്ന പോലെ പെർസെൻറ്റേജ്. ദെൻ തേർഡ് വൺ കോഎഫിഷ്യൻസ് മീൻസ് 5 times, ഇത്ര ഇരട്ടി അല്ലേ. കറണ്ട് ലയബിലിറ്റിയുടെ 2 ഇരട്ടിയാണ് കറണ്ട് അസറ്റ്സ്. 2 times, 5 times എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. അപ്പോൾ BBA ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഇത് തിയറിക്കും കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. BBA ക്ലാസ്സുകളിൽ സാധാരണ കണ്ടിട്ടുള്ളത് പ്രോബ്ലവും അതേപോലെ തന്നെ തിയറിയും ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷം കാണാറുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, ടു സ്റ്റഡി ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി. ടു സ്റ്റഡി ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ തൽക്കാലം കുട്ടികൾ മനസ്സിലാക്കുക, ദ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഓഫ്, അല്ലെങ്കിൽ ദ ഷോർട്ട് ടൈം റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, നമ്മുടെ ചെറിയ അല്ലെങ്കിൽ ലയബിലിറ്റീസ്, ഷോർട്ട് ടൈമിലേക്കുള്ള ലയബിലിറ്റീസ് റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ. കറണ്ട് ലയബിലിറ്റീസൊക്കെ കൊടുത്ത് തീർക്കാനുള്ള കപ്പാസിറ്റി, അതെന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യാം. എന്ത്, ലിക്വിഡിറ്റി പൊസിഷൻ, ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ സ്റ്റഡി ചെയ്യുക, അതിനെയാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. 2, അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലോങ് ടൈം സോൾവൻസി, കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലോങ് ടൈം സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം ബിസിനസ് അവസാനിപ്പിക്കുമ്പോൾ ലിക്വിഡേഷൻ സമയത്തൊക്കെ വരുമ്പോൾ ഇത് ലോങ് ടൈം ഫണ്ടുകളൊക്കെ കൊടുത്തു തീർക്കാൻ നമുക്ക് സാധിക്കുമോ. ടു അനലൈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ലോങ് ടൈം സോൾവൻസി ഓഫ് ദ ഫേം, ആ ഫേമിൻ്റെ ലോങ് ടൈം സോൾവൻസി എങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും. 3, ടു മെഷർ ദ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി, ഈ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി. എന്താ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ലാഭമുണ്ടോ, നമുക്ക് ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ, ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക. 4, ടു ഇവാലുവേറ്റ് ദി ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് പല രീതിയിലുള്ള അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ എന്താണ് പ്രോഫിറ്റബിലിറ്റി, അവരുടെ ലിക്വിഡിറ്റി, അവരുടെ മറ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. 5ാമത്തെ പോയിൻ്റ്, ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടാക്കുക. 6ാമത്തെ പോയിൻ്റ്, ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർഫേം കമ്പാരിസൺ. ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്, ഫേമിനകത്ത് ഉള്ള എന്താണ് പോയിൻറ്റ്സൊക്കെ, അകത്തുള്ള കാര്യങ്ങളൊക്കെ, ഫേമിൻ്റെ അകത്തെ പെർഫോമൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിനെ കമ്പയർ ചെയ്യുക, അതിനെ നമുക്ക് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ സാധിക്കും. 8ാമത്തെ പോയിൻ്റ്, ടു ഇവാലുവേറ്റ് ദ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് പെർഫോമൻസ്, കമ്പനിയെ മാർക്കറ്റ് പെർഫോമൻസിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും 8 പോയിൻറ്റുകളാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞ. ഒന്നുകൂടി പറയാം, ഒബ്ജക്റ്റീവ്സ് നമുക്കിവിടെ ഒബ്ജക്റ്റീവ്സ് മിക്കവാറൊക്കെ ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. എന്തിനാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എന്തിനാണ്, അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിൻ്റെ എന്താണ് ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആവശ്യം എന്താണെന്നൊക്കെ സാധാരണഗതിയിലൊരു ചോദ്യം വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നു ടു സ്റ്റഡി ലിക്വിഡിറ്റി പൊസിഷൻ. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ലിക്വിഡിറ്റി പൊസിഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്കത് ആവശ്യം വരും. 2, ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലാക്കാനും ലോങ് ടൈം സോൾവൻസിക്കും വേണ്ടിയിട്ട് നമുക്കത് ആവശ്യം വരും. 3, ടു മെഷർ ദ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടി നമുക്കത് ആവശ്യം വരും. 4, ടു ഇവാലുവേറ്റ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി, ഓവറോൾ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഇത് ആവശ്യം വരും, നമ്മൾ ഉപയോഗിക്കാറുണ്ട്. 5ാമത്തെ പോയിൻ്റ്, ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഇത് നിർബന്ധമായിട്ടും ഈ റേഷ്യോ അനാലിസിസ് ആവശ്യം വരും. ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർഫേം കമ്പാരിസൺ, സ്ഥാപനങ്ങളിലുള്ള കമ്പാരിസൺ ഇത് ആവശ്യം വരും. ദെൻ ലാസ്റ്റ് വൺ, ടു വാലുവേറ്റ് കമ്പനി ഓൺ ദ ബേസ് ഓഫ് മാർക്കറ്റ് പെർഫോമൻസ്, മാർക്കറ്റിലെ പെർഫോമൻസിൻ്റെ ബേസിൽ കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് ഈ റേഷ്യോ അനാലിസിസ് ആവശ്യം വരും. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോ എന്ന് പറയുമ്പോൾ ദർ ആർ മെയിൻലി 3 types of classification.
that is traditional or statement based classification. Traditional ratios or statement based classification. Then second type, functional classification. Functional classification of ratios. Then third one, ratio classified according to importance and significance. അപ്പോൾ പ്രധാനമായിട്ടും റേഷ്യോസിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള റേഷ്യോസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തത് ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്ത് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മൂന്നായിട്ട് റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യാം, ഫങ്ഷണൽ മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യാം, ദെൻ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ദർ ആർ 3 ടൈപ്പ് റേഷ്യോസ്. ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോസ്, മിക്സഡ് റേഷ്യോസ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് റേഷ്യോസ് ആണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ വരുന്നത്. ബാലൻസ് ഷീറ്റ് റേഷ്യോസ്, പി ആൻഡ് എൽ അക്കൗണ്ട് റേഷ്യോസ് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോസ്, മിക്സഡ് റേഷ്യോസ്. 3 ടൈപ്പ് റേഷ്യോസ്. അപ്പം ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് മാത്രം എടുത്ത്, ബാലൻസ് ഷീറ്റിലെ കമ്പോണൻസ് മാത്രം എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് അതിനെ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയാം, അല്ലേ? പി ആൻഡ് എൽ അക്കൗണ്ട് റേഷ്യോസ് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിലെ കമ്പോണൻസ് മാത്രം എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ പി ആൻഡ് എൽ അക്കൗണ്ട് റേഷ്യോസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് മിക്സഡ് റേഷ്യോസ്. മിക്സഡ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പോണൻ്റ് ബാലൻസ് ഷീറ്റിലെയും ഒരു കമ്പോണൻ്റ് എവിടെയാണ്? പി ആൻഡ് എൽ അക്കൗണ്ടിൽ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അതിനെ മിക്സഡ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിലെ ഒരു കമ്പോണൻറ്റും അല്ലെങ്കിൽ ഇൻകം പി ആൻഡ് എൽ അക്കൗണ്ടിലെ ഒരു കമ്പോണൻറ്റും ബാലൻസ് ഷീറ്റിലെ ഒരു കമ്പോണൻറ്റും എടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെ മിക്സഡ് റേഷ്യോസ് എന്ന് പറയുന്നത്. അടുത്തത് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ടൈപ്പ് റേഷ്യോസ് ഉണ്ട്. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതാണ് നമ്മൾ പഠിക്കാനുള്ള, ഈ ചാപ്റ്ററിൽ മുഴുവൻ പഠിക്കാനുള്ള ഈ 5 ടൈപ്പ് റേഷ്യോസാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ പഠിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഫേമിൻ്റെ ലിക്വിഡിറ്റി സ്റ്റഡി ചെയ്യുന്നതിനുള്ള, ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള റേഷ്യോസിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം പേയ്മെൻറ്റ് കപ്പാസിറ്റി, ഷോർട്ട് ടൈം സോൾവൻസി മെഷർ ചെയ്യാനുള്ള റേഷ്യോസിനാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ദെൻ 2 സോൾവൻസി ഓർ ലിവറേജ് റേഷ്യോസ്. സോൾവൻസി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ സോൾവൻസി എന്ന് പറയുന്നത് ലോങ് ടൈം ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലോങ് ടൈം സോൾവൻസി. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട്, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടൊക്കെ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് ലോങ് ടൈം സോൾവൻസി, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ലിവറേജ് റേഷ്യോസ്. ലിവറേജ് റേഷ്യോസ്. ഇനി തേർഡ് പോയിന്റ്, ടേൺ ഓവർ റേഷ്യോസ് ഓർ ആക്ടിവിറ്റി ബേസ്ഡ്. ടേൺ ഓവറിനെ ബേസ് ചെയ്ത്, ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള റേഷ്യോസിനെയാണ് ടേൺ ഓവർ ഓർ ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ദെൻ ഓൺ ദ ബേസ് ഓഫ് റേഷ്യോസ് ഓൺ ദ ബേസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അങ്ങനെയുള്ള റേഷ്യോസിനെയാണ്, പ്രോഫിറ്റ് ഉപയോഗിച്ചുള്ള റേഷ്യോസിനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റിലെ നമ്മുടെ ഷെയർ വാല്യൂ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യുന്ന റേഷ്യോസിനെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ റേഷ്യോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനാണ്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന ഈ 5 മെയിൻ ഹെഡിൻ്റെ കീഴിൽ ഒരുപാട് സബ് റേഷ്യോസ് വരുന്നുണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് 3 റേഷ്യോസാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ സോൾവൻസി കുറച്ചധികം റേഷ്യോസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന റേഷ്യോസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മുഴുവൻ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഇമ്പോർട്ടൻസ് റേഷ്യോസ് ആർ ഡിവൈഡഡ് ആസ് എന്താണ്? പ്രൈമറി ആൻഡ് സെക്കൻഡറി. 2 ടൈപ്പായിട്ട് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് റേഷ്യോസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൈമറി റേഷ്യോസ്, പ്രൈമറി ആയിട്ട് വരുന്ന റേഷ്യോസ്. മറ്റൊന്ന് സെക്കൻഡറി റേഷ്യോസ്. സെക്കൻഡറി ആയിട്ട് പ്രൈമറി റേഷ്യോസിന് അപ്പുറത്തേക്ക് സെക്കൻഡറി ആയിട്ട് ചെയ്യുന്ന റേഷ്യോസിനാണ് സെക്കൻഡറി റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷനാണ്. ഇതിപ്പോൾ സാധാരണ കുട്ടികൾക്കൊരു എസ്ഐക്കായിട്ട് ചോദിക്കാം. ഞാനതിനൊരു എന്താ പറയുക, ഒരു ഡയഗ്രമാറ്റിക് അല്ലെങ്കിൽ എന്താണ്, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ ചെയ്യല്ല വേണ്ടത്. ശരിക്കും നമുക്ക് എസ്ഐക്കൊക്കെ എഴുതാനുള്ളതാണ് ആദ്യത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ എഴുതുക.
ഫസ്റ്റ് പോയിൻ്റ് എഴുതുക, അതിൻ്റെ സബ് പോയിൻ്റ് എഴുതുക, സെക്കൻഡ് പോയിൻ്റ് എഴുതുക, സബ് പോയിൻ്റ് എഴുതുക, തേർഡ് പോയിൻ്റ് എഴുതുക, സബ് പോയിൻ്റ് എഴുതുക. ഇങ്ങനെ എസ്സേക്ക് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും BBA കുട്ടികളായതുകൊണ്ട് തിയറിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, നോട്ട്ബുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. നോട്ട്ബുക്കിൽ എല്ലാ ദിവസത്തെ ക്ലാസ്സും നോട്ട്ബുക്കിൽ എഴുതണം, കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ആ നോട്ട് അടുത്ത ആഴ്ച ഞാൻ ചോദിക്കും, എനിക്ക് കാണണം. അപ്പോൾ ഇതുവരെയുള്ള നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതണം. നോട്ടിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ എഴുതിയത് മാത്രം നോട്ടിലേക്ക് പകർത്തുക. ഒരുപാട് ഇതൊക്കെ എസ്സേ ടോപ്പിക്കൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കതൊക്കെ കൂടി എന്ത് ചെയ്യുന്നു, അറ്റ് എ ഗ്ലാൻസ് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലേക്ക് വരും. ഇപ്പോൾ എസ്സേ എഴുതണമെങ്കിൽ ഇത് മാത്രം ഉണ്ടായാൽ മതി. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5, 6, 7 പേജ് എഴുതാം നമുക്ക് ഇതിനെ പറ്റിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിർബന്ധമായിട്ടും കുട്ടികളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവണം, ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ടാവണം. ഇങ്ങനെ തന്നെ വേണം. ഡീറ്റെയിൽസ് നമുക്ക് ടെക്സ്റ്റിൽ നോക്കിയിട്ട് പഠിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് അനാലിസിസ് ഓഫ് ലിക്വിഡിറ്റി. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് എടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് അനാലിസിസ് ഓഫ് ലിക്വിഡിറ്റി ഓർ ലിക്വിഡിറ്റി റേഷ്യോസ് എന്നാണ്. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം ലിക്വിഡിറ്റി റിഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ഒബ്ലിഗേഷൻസ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി മീൻസ് ദ എബിലിറ്റി ടു പേ ദ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ്സ്, ഷോർട്ട് ടൈം ലയബിലിറ്റി. ഷോർട്ട് ടൈം ലയബിലിറ്റി പേ ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് മെഷർ ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് എ ഫേം. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിൻ്റെ ഷോർട്ട് ടൈം സോൾവൻസി മെഷർ ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റി കൊടുക്കാനുള്ള കഴിവ് കമ്പനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഷോർട്ട് ടൈം ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ഒബ്ലിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കറണ്ട് ലയബിലിറ്റി മീൻസ് എ ലയബിലിറ്റി ടു ബി മെറ്റ് വിത്തിൻ എൻ ഇയർ. ഒരു ഇയറിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ടുന്ന ലയബിലിറ്റിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിനുള്ള ശക്തി, അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ് നമ്മുടെ കമ്പനിക്കുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ആ നോക്കുന്ന റേഷ്യോനെയാണ് നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ലിക്വിഡിറ്റി റേഷ്യോസ്. ദ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റീസ് റേഷ്യോസ് ആർ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ ആൻഡ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. പ്രധാനമായിട്ടുള്ളത് ഈ 3 റേഷ്യോസാണ്. മനസ്സിലായല്ലോ? പിന്നെ പല സബ് പോയിൻറ്റ്സിലൊക്കെ ചില റേഷ്യോസ് പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രധാനമായിട്ടും നമുക്ക് 3 റേഷ്യോസാണുള്ളത്. ഒന്ന് കറണ്ട് റേഷ്യോ, മറ്റൊന്ന് ലിക്വിഡ് റേഷ്യോ ആൻഡ് തേർഡ് വൺ ഈസ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ, അല്ലേ? ഇനി കറണ്ട് റേഷ്യോ എന്താണെന്ന് നോക്കാം നമുക്ക്. കറണ്ട് റേഷ്യോ നോക്കാം. Current ratio is the ratio shows the relationship between current assets and current liabilities. Current ratio എന്ന് പറയുന്നത് it is the ratio between current assets and current liabilities. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലേ? ഇറ്റ് മീൻസ് അല്ലെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് കറണ്ട് അസറ്റ്സ് ആർ അവൈലബിൾ ഇൻ എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റും CAയും CLും, അതായത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം മെഷർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് എന്താണ് റിലേഷൻഷിപ്പാണ് കറണ്ട് റേഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് റേഷ്യോ മെഷേഴ്സ് ഹൗ മച്ച് കറണ്ട് അസറ്റ്സ് ആർ അവൈലബിൾ ഇൻ എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ്. നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ നമ്മുടെ കയ്യിൽ എത്ര കറണ്ട് അസറ്റ് ഉണ്ട്, നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ, നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ നമ്മുടെ കൈവശമുള്ള കറണ്ട് അസറ്റ്സിൻ്റെ എമൗണ്ട് എത്രയാണ്, ഇത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ കറണ്ട് റേഷ്യോ മീൻസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ് CA ആൻഡ് CL. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് പറയുകയാണെങ്കിൽ, കടത്തി പറയുകയാണെങ്കിൽ കറണ്ട് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് റേഷ്യോ മെഷർ ചെയ്യുന്നു നമ്മുടെ കയ്യിൽ എത്ര കറണ്ട് അസറ്റ് ഉണ്ട്, എന്ത് കൊടുത്തു തീർക്കാൻ, കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ നമ്മുടെ കയ്യിൽ എത്ര കറണ്ട് അസറ്റ് ഉണ്ട്, ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി കറണ്ട് അസറ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് കറണ്ട് അസറ്റ് മീൻസ് ദി അസറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ ആൻ ഇയർ.
ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന അസറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന നമ്മുടെ ഹ്രസ്വ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെൻ്ററീസ്, ഇതിനെന്താണ് ഡെപ്റ്റേഴ്സ്, BR, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടൈം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഞാൻ ഒന്നുകൂടി പറയാം. ഇൻവെൻ്ററീസ്, ഡെപ്റ്റേഴ്സ്, ഇതിനെന്താണ് BR ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടൈം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഞാനിപ്പോൾ ഇവിടെ 7 ഐറ്റംസ് പറഞ്ഞു. ഇനിയും ഐറ്റംസ് ഉണ്ടാവാട്ടോ. 7 ഐറ്റംസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇനി ഷോർട്ട് ടൈം കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലയബിലിറ്റീസ് ടു ബി മെറ്റ് വിത്തിൻ എൻ ഇയർ അല്ലേ? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എന്താണ്? ഷോർട്ട് ടൈം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഒന്നുകൂടി പറയാം. ഷോർട്ട് ടൈം ലോൺസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഔട്ട്സ്റ്റാൻഡിങ്. അവിടെയും നമ്മൾ 7 പറഞ്ഞത്. കൂടുതൽ വരാം കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഈസ് കറണ്ട് റേഷ്യോ. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കറണ്ട് റേഷ്യോ എന്താണെന്ന്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കറണ്ട് റേഷ്യോ മീൻസ് അല്ലെങ്കിൽ കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷനാണ് കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇതാണ് കറണ്ട് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ. കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റേഷ്യോ ആണ്. എന്താണ് റേഷ്യോ പറയുന്നത്? എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. ഹൈ റേഷ്യോ ആണെങ്കിൽ നല്ല ഫിനാൻഷ്യൽ പൊസിഷനാണ് ആ സ്ഥാപനത്തിലുള്ളതെന്നാണ് സാധാരണ കണക്കാക്കപ്പെടുന്നത്. എ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ വീക്ക് കറണ്ട് പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം. അതായത് വളരെ വീക്കായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വിചാരിച്ച് ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാറുള്ളത് എന്താ വെച്ചാൽ ഹൈ റേഷ്യോ നല്ല ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഹൈ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ സൂചകമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് വളരെ ഹൈ ആയി കഴിഞ്ഞാൽ ദോഷമാണ്. ഒരു മീഡിയം ഹൈയേ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സാധാരണഗതിയിൽ ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിനാൻഷ്യൽ പൊസിഷനും ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമാണെന്ന് അർത്ഥം. മനസ്സിലായല്ലോ? ഇനി ഇൻ കൺവെൻഷണൽ മെത്തേഡ് എ കറണ്ട് റേഷ്യോ ഓഫ് 2:1 ഈസ് കൺസിഡേർഡ് ടു ബി സാറ്റിസ്ഫാക്ടറി. സാധാരണഗതിയിൽ 2:1, അതായത് ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2 കറണ്ട് അസറ്റ്. മനസ്സിലായാലോ? നമുക്ക് 1 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ 2 രൂപ നമ്മുടെ കൈവശമുണ്ട്. 1 രൂപ കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ 2 രൂപയുടെ കറണ്ട് അസറ്റ് നമ്മുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഐഡിയലായിട്ട് പറയുന്നത്, ബെറ്റർ ആയിട്ട് ആഡ്വക്കേറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ? ഇതേ സമയം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5:1 വന്നാലോ? കറണ്ട് റേഷ്യോ 5:1 വരികയാണെങ്കിൽ അത് ഒരു ആഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഐഡിയൽ റേഷ്യോ അല്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം ഫണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 രൂപ കൊടുക്കാനുള്ളതിന് 5 രൂപയുടെ കറണ്ട് അസറ്റ് നമ്മുടെ കയ്യിൽ വെക്കാൻ പാടില്ല. അത് അനാവശ്യമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റോക്ക് ഡമ്മി. അപ്പോൾ അതിലേക്ക് കുട്ടികൾ പോകണ്ട. ഏറെക്കുറെ എന്താണ് 2:1 ബെറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് കുട്ടികൾക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് CA - CL ആണ്. കറണ്ട് അസറ്റിനെ കറണ്ട് ലയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമതായിട്ട് പറയുന്നത് ഇത് എന്താണ്? ഇത് ഹൈ റേഷ്യോ വരികയാണെങ്കിൽ അത് ബെറ്റർ ഫിനാൻഷ്യൽ പൊസിഷനെയും ലോ റേഷ്യോ വരികയാണെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ പെർഫോമൻസിനെയാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ 2:1 ആണ് എന്ത് റേഷ്യോ കൺസിഡേർഡ് ആയിട്ട് ഗുഡായിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. ഇത് കണ്ടുപിടിച്ചാൽ മാത്രം പോരല്ലോ, ചെയ്തു നോക്കണ്ടേ. ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫ്രം ദി ഫോളോയിങ് ആർ ദ എക്സ്ട്രാക്ട് ഓഫ് CA ആൻഡ് CL കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ടേക്കൺ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഓഫ് ഏഷ്യൻ കമ്പനി ലിമിറ്റഡ്. ഏഷ്യൻ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, BR, BP, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്ര ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? കറണ്ട് റേഷ്യോ കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് റേഷ്യോ കാണണം. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ആദ്യം തന്നെ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം അല്ലേ? സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, BR കറണ്ട് അസറ്റാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റാണ് അല്ലേ? അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ്?
ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. അല്ല, ഞാനത് ഇൻക്ലൂഡ് ഉണ്ട് കേട്ടോ. ഇത് കറണ്ട് ലയബിലിറ്റി ആണ്. BP കറണ്ട് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, നമ്മൾ പൈസ കൊടുക്കാനുള്ള എക്സ്പെൻസ് കറണ്ട് ലയബിലിറ്റി ആണ്. ബാങ്ക് ഓഡി, എന്താണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ് റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ കാണാം. നമുക്കറിയാം, നമുക്ക് ആദ്യം തന്നെ സാധാരണ പ്രോബ്ലം ചെയ്യുന്ന സെറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ടൈപ്പ് അനുസരിച്ച് നമുക്ക് അറിയാം എന്താണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ ഈക്വൽ ടു, ഞാൻ ഷോർട്ട് ഫോമാണ് എഴുതുന്നത്, CA കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ CL കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. ഇനി CA എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആദ്യം അറിയാം സ്റ്റോക്ക് 60,000 60,000 പ്ലസ് നമ്മുടെ അടുത്ത് എന്താ ഡെപ്റ്റേഴ്സ് 30,000, അടുത്തെന്താ BR 15,000, അടുത്തെന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് 5,000, അടുത്തെന്താണ് ക്യാഷ് ഇൻ ഹാൻഡ് 40,000. ഇത്രയാണ്. അപ്പോൾ 1 2 3 4 5 3 2 5 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാ, ക്രെഡിറ്റേഴ്സ് അല്ലേ. ക്രെഡിറ്റേഴ്സിന് 40,000, ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ 20,000 പ്ലസ് അത് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 5,000 പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 10,000. ഇത്രയാണുള്ളത്. അപ്പോൾ ഇവിടെ 6 3 9 9 3 10 1,10,000 1,50,000. കറണ്ട് അസറ്റ് 1,50,000 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ 4 2 8 8 9 95,000 ഈസ് ഈക്വൽ ടു 95,000 ആണ് വരിക. ഈസ് ഈക്വൽ 4 6 75,000 വരും. 75,000 ഈസ് ഈക്വൽ ടു 2. 75,000 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2 ആണ്. 2 അല്ലേ. 2 എന്ന് പറയുമ്പോൾ നമ്മൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2:1. 2:1 എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2 കറണ്ട് അസറ്റ്സ്. മനസ്സിലായോ? 2:1. അപ്പോൾ ഇതൊരു ഐഡിയൽ റേഷ്യോ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. കറണ്ട് അസറ്റൊക്കെ കൂടി കൂട്ടി ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടു, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കണ്ടു അല്ലേ. ഇതാണ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. ദെൻ റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടുക. നമ്മളതിൻ്റെ സെക്കൻഡ് ഇൻറ്റഗ്രൻ്റ് എന്ത് കൊടുത്തു, 1 കൊടുത്തു. അത് റേഷ്യോയിൽ അങ്ങനെയാണ് 2:1. അതിൻ്റെ അർത്ഥം എന്താ, ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 2 കറണ്ട് അസറ്റ്. 75,000 രൂപ മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇരട്ടി എന്തുണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. മനസ്സിലായോ? കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുട്ടികളിത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ലിക്വിഡ് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോയിൽ രണ്ടാമത്തെ റേഷ്യോ ആണ് ലിക്വിഡ് റേഷ്യോ ഓർ ക്വിക്ക് റേഷ്യോ ഓർ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ കുട്ടികളോട് ശ്രദ്ധിക്കേണ്ടത് ഇതിനെ 3 പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് വാട്ട് ഈസ് മീൻ ബൈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ഇതിൻ്റെ പേരിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കും വാട്ട് ഈസ് മീൻ ബൈ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് ചോദിക്കും അല്ലേ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് മീൻ ബൈ എന്താണ്, ലിക്വിഡ് റേഷ്യോ. ലിക്വിഡ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ലിക്വിഡ് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള റേഷ്യോസിനെയാണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് അസറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പേര് പറയുന്ന പോലെ തന്നെ അത് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സാണ്, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സാണ് അല്ലേ. അതിൽ ഒരു വർഷത്തിന് അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് ലിക്വിഡ് ആവാനുള്ള, കുറച്ച് സമയമെടുത്ത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റുന്ന അസറ്റുകൾ അതിൽ നിന്ന് മാറ്റണം. ഫോർ എക്സാമ്പിൾ, കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ലിക്വിഡ് അസറ്റ്സ് കിട്ടും.
എന്താ സ്റ്റോക്കിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെയും കാര്യം എന്താ? സ്റ്റോക്ക് നമുക്ക് വിറ്റാൽ മാത്രമാണ്, അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യണം അല്ലേ? എത്ര സമയം എടുക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻഷുറൻസ് ഉള്ളൊരു ഐറ്റം നമ്മൾ ഏപ്രിൽ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയൊക്കെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് 6 മാസം കൂടി കഴിഞ്ഞാലേ ഡ്യൂ ആവുള്ളൂ അല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്ക് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ലിക്വിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വിചാരിക്കുന്ന സമയത്ത് പറ്റില്ല. അപ്പോൾ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള മറ്റുള്ള അസറ്റുകൾ മാത്രമാണ് ലിക്വിഡ് അസറ്റ് എന്നുള്ള കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്നുകിൽ കറണ്ട് അസറ്റിൽ നിന്ന് ഇത് രണ്ടും കുറയ്ക്കാം, അതല്ലെങ്കിൽ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഇല്ലാതെ കറണ്ട് അസറ്റ് കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? ലിക്വിഡ് അസറ്റ് കിട്ടും. അല്ലെങ്കിൽ മറ്റുള്ള അസറ്റ് കൂട്ടിയാലും ലിക്വിഡ് അസറ്റ് കിട്ടും. ഇനി ഇൻ്റർപ്രിട്ടേഷനാണ്. എ സ്റ്റാൻഡേർഡ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഓർ പാരിറ്റി ഈസ് കൺസിഡേഴ്സ് ആഡിക്വേറ്റ്, അതായത് ഈക്വലായിട്ട് വരികയാണെങ്കിൽ അത് എന്താണ്? അത് ആഡിക്വേറ്റ് ആണ്. ഇപ്പോൾ ഒരു കറണ്ട് ലയബിലിറ്റിക്ക് ഒരു ലിക്വിഡ് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ആഡിക്വേറ്റ് ആണ്, അത് ബെറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് റേഷ്യോ കാണാം. ഏത് പ്രോബ്ലം വെച്ച്? ഇതേ പ്രോബ്ലം വെച്ച് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ലിക്വിഡ് റേഷ്യോ എങ്ങനെ കാണാം? സെയിം ക്വസ്റ്റ്യൻ അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ലിക്വിഡ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടിക്കറ്റിലൊക്കെയാണ് ഇതിൻ്റെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോക്ക് വേണ്ട, സ്റ്റോക്ക് നമുക്ക് ഒഴിവാക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാം. ബാക്കിയുള്ളതാണ് എന്ത്? ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു എന്താണ്? ലിക്വിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് ലിക്വിഡ് അസറ്റ്? ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്റ്റേഴ്സ് എടുക്കുക 30,000 പ്ലസ് ബി ആർ എത്രയാണ്? 15,000. അപ്പോൾ 45 ആയി. 15,000. ഇതിനെന്ത് ചെയ്യുക? ക്യാഷ് ഇൻ ഹാൻഡ് 40,000. അപ്പോൾ 45 30 പ്ലസ് 10 45 പ്ലസ് 40 85 അല്ലേ? ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 75,000. അപ്പോൾ താഴേക്ക് ഞാൻ ഒന്നുകൂടി എഴുതണം. 85,000 ഡിവൈഡഡ് ബൈ 75,000 ഈസ് ഈക്വൽ ടു 1:1 ആയിരിക്കും. $1.13 ആണ് ആൻസർ. അപ്പോൾ നമ്മളതിന് എന്തെഴുതും? 1.13:1. അതായത് ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.13 എന്തുണ്ട്? ലിക്വിഡ് അസറ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പോൾ ഇത് ബെറ്റർ ആയിട്ടുള്ള പൊസിഷനാണ്, നല്ല പൊസിഷനാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നവരുണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന കറണ്ട് ലയബിലിറ്റിയാണ്. ലിക്വിഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ലയബിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് ഓതേഴ്സ് ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ കറണ്ട് അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കി ബാക്കി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ മാത്രം എടുത്തിട്ടാണ് ലിക്വിഡ് അസറ്റ് കണ്ടത്. കറണ്ട് ലയബിലിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 75,000. അങ്ങനെ 85,000 ഡിവൈഡ് ബൈ 75,000 ഈസ് ഈക്വൽ ടു 1.13:1. ഇതാണ് ആൻസർ. Then the third one is absolute liquid ratio. It is a further rigorous test of liquidity. കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ടെസ്റ്റാണ്. ആബ്സല്യൂട്ട് എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ടായിട്ട് വളരെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട. റേഷ്യോ ഉണ്ടോയെന്നാണ്. ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ക്യാഷ് ഈക്വലൻസ്. ക്യാഷും ക്യാഷിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്, ക്യാഷ് പ്ലസ് ക്യാഷ് ഈക്വലൻസ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ക്യാഷ് ഈക്വലൻസ് ഈസ് ഈക്വൽ ടു ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് വെരി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്.
ക്യാഷ് അറ്റ് ബാങ്കും അതുപോലെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് ലൈക്ക് ഗവൺമെൻറ് ട്രഷറി ബിൽസ്, ഗവൺമെൻറ് ട്രഷറി ബില്ലുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ്. ക്യാഷ് അറ്റ് ബാങ്കും വളരെ പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് ദ സ്റ്റാൻഡേർഡ് നോം ഓഫ് ദ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ ഈസ് 0.5:1. അതായത് ഒരു ലയബിലിറ്റിക്ക് അല്ലെങ്കിൽ പകുതിയെങ്കിലും വളരെ ഹൈലി ലിക്വിഡായിട്ടുള്ള അസറ്റ് ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇൻ്റർപ്രിട്ടേഷനിൽ ദ സ്റ്റാൻഡേർഡ് നോമായിട്ട് പറയുന്നത് 0.5:1 ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. പ്രോബ്ലത്തിൽ ഈ പ്രോബ്ലം നമ്മുടെ പേജ് നമ്പർ 258, നമ്മുടെ പുതിയ ടെക്സ്റ്റിൻ്റെ പേജ് നമ്പറാണ് 258, ഇല്ലസ്ട്രേഷൻ നമ്പർ 2 ആണ്. പ്രോബ്ലം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക കുട്ടികൾ. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് MNP ലിമിറ്റഡ് കാൽക്കുലേറ്റ് ലിക്വിഡിറ്റി റേഷ്യോസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലിക്വിഡിറ്റി റേഷ്യോസ് കാണുകയും വേണം, അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുകയും വേണം. എന്താണ് അതിൻ്റെ റിസൾട്ട്, ഈ ഫേമിൻ്റെ ഷോർട്ട് ടൈം പ്രോഫിറ്റബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ട് എന്താണ്, ഇത് രണ്ടും ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡ് ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ഉണ്ട്, P&L അക്കൗണ്ട് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞാണ് രണ്ടെണ്ണം കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് മുതലുള്ള ഐറ്റംസാണ് നമ്മുടെ കറണ്ട് അസറ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറണ്ട് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ ലിക്വിഡിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ ലിക്വിഡിറ്റി റേഷ്യോസും അവിടെ അപ്ലൈ ചെയ്യണം. എല്ലാ ലിക്വിഡിറ്റി റേഷ്യോസും അവിടെ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ സാധാരണഗതിയിൽ 3 റേഷ്യോസ് കാണണം. ഒന്ന് കറണ്ട് റേഷ്യോ കാണണം, മറ്റൊന്ന് ലിക്വിഡ് റേഷ്യോ കാണണം, തേർഡ് വൺ ആബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാണണം. ഇത് 3ഉം കാണണം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുകയും വേണം. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ലിക്വിഡ് അസറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോസിലെ ഒന്നാമത്തായിട്ടുള്ള കറണ്ട് റേഷ്യോ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ലിക്വിഡ് റേഷ്യോസ്. അതിലൊന്നാമത്തത് current ratio. Current ratio is equal to CA divided by CL. ഇനി കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇവിടുന്ന് കറണ്ട് അസറ്റ് നോക്കാം കേട്ടോ. കറണ്ട് അസറ്റ് നോക്കുമ്പോൾ ഞാൻ ടിക്ക് ചെയ്യാം, ശ്രദ്ധിക്കുക. കറണ്ട് അസറ്റ് സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ക്യാഷ് ഇൻ ഹാൻഡ്. ഞാനിപ്പോൾ ഇവിടെ പ്ലസ് ഇട്ട് എഴുതുന്നുണ്ട്. 1,20,000 പ്ലസ് 60,000 പ്ലസ് 40,000 പ്ലസ് 10,000. 1, 20, 60, 40, 10. അപ്പോൾ 60, 40, 1, 2, 20, 2, 30. 2,30,000. ഇനി CL ഈസ് ഈക്വൽ ടു നമുക്കിവിടെ അറിയാം. ഇവിടെ 2 CL ആണുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്, ബിൽസ് പേബിളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് പ്ലസ് ഇട്ട് എഴുതാൻ പോവാണ്. CL ഈസ് ഈക്വൽ ടു 90,000 പ്ലസ് 20,000. അപ്പോൾ 90,000 പ്ലസ് 20,000 എന്ന് പറഞ്ഞാൽ 1,10,000. Ratio is equal to 2,30,000 divided by 1,10,000. 2,30,000 divided by 1,10,000 is equal to 2.09. That is 2.09:1.
2.09:1 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡാണ്. 2:1 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത്. 2.09:1 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡായി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോയിൽ നമ്മൾ 3 റേഷ്യോയിലേക്ക് പോകണം. അതിൽ ഒന്നാമത്തെ റേഷ്യോ ആയിട്ടുള്ളൂ കറണ്ട് റേഷ്യോ ആയിട്ടുള്ളൂ. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ദാറ്റ് ഈസ് എന്താണ്, കറണ്ട് അസറ്റ് നമ്മൾ നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. 1,20,000, 60,000, 40,000, 10,000. ദെൻ കറണ്ട് ലയബിലിറ്റീസ് രണ്ടായിട്ടാണ്, 90,000 + 20,000 ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് 2,30,000 കറണ്ട് ലയബിലിറ്റി 1,10,000 ആണ്. അങ്ങനെ ടോട്ടൽ 2,30,000 പ്ലസ് ഡിവൈഡ് ബൈ 1,10,000 ഈസ് ഈക്വൽ ടു 2.09 ആണ് ആൻസർ. നമ്മൾ റേഷ്യോയിൽ എഴുതുമ്പോൾ അതെന്താണ് 2.09:1. അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് സ്റ്റാൻഡേർഡിനോട് അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനൊക്കെ ഒരു കുറച്ച് മുകളിലാണ്. അത് ബെറ്റർ എന്താണ് റേഷ്യോ ആണ് നമുക്കുള്ളത്.